വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, വാർത്തകളില്ലാതെ, ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന തനി ഉത്തരേന്ത്യൻ ഗ്രാമാന്തരീക്ഷം. എന്നാൽ കുറച്ചേറെ ദിവസങ്ങളായി ഈ ഗ്രാമം വാർത്തയിലുണ്ട്. നാടോടി കഥകളിൽ നിറഞ്ഞ നരഭോജി ചെന്നായ്ക്കളുടെ ചോരമണക്കുന്ന യാഥാർത്ഥ്യവുമായി. 2 മാസത്തിനിടെ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചത് ഈ ആളെക്കൊല്ലി ചെന്നായ്ക്കളാണ്. 9 ജീവനുകളാണ് ഇതുവരെ ഇവ കൊന്നത്. 8 കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ 9 ജീവനുകൾ. ഏറ്റവും ഒടുവിലായി കൊന്നത് ഒരു കൈക്കൊഞ്ഞിനെ. അമ്മയുടെ മടിയിൽ നിന്നായിരുന്നു ആ ചെന്നായ്ക്കൂട്ടം ആ കുരുന്നിനെ കവർന്നത്. കെട്ടുകഥകളിലെ ചോരക്കണ്ണുള്ള ചെന്നായ്ക്കളേക്കാൾ ക്രൂരമായി. ബഹ്റൈച്ച് ജില്ലയിലെ 30ഓളം ഗ്രാമങ്ങളിലാണ് ഈ ചെന്നായ് പേടി വ്യാപിച്ചത്. 50,000-ഓളം കുടുംബങ്ങളാണ് നരഭോജി ചെന്നായ് തീർത്ത ഭയത്തിൽ കഴിയുന്നത്. 45 ദിവസത്തിനിടെ 9 ജീവൻ, 25-ലേറെ പേർക്ക് പരിക്ക്. ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന സാധാരണ മനുഷ്യരാണ് ഈ ഗ്രാമങ്ങളിലുള്ളവർ. ജൂലൈയിൽ സിക്കന്ദർപൂരിലെ ചെന്നായ് ആക്രമണത്തിൽ 1 വയസ്സുള്ള കുഞ്ഞ് കൊല്ലപ്പെട്ടതാണ് സംഭവത്തിന്റെ തുടക്കം. ഒരാഴ്ചയ്ക്കിപ്പുറം അമ്മയ്ക്കൊപ്പം ഉറങ്ങുന്നതിനിടെ 3 വയസ്സുകാരിയെ ചെന്നായ്ക്കൾ തട്ടിയെടുത്തു. എന്നാൽ മറ്റൊരു ജംഗിൾ ബുക്ക് ആയിരുന്നില്ല അത്. റുഡ്യാർഡ് ക്ലിപ്പിംഗ് കണ്ടെടുത്ത കഥാന്ത്യമായിരുന്നില്ല. കൊന്നു തിന്നാനായി ആ ചെന്നായ്ക്കൂട്ടം അപഹരിച്ചതായിരുന്നു ആ കുരുന്നിനെ. പാതി തിന്ന് അവശേഷിപ്പിച്ച ആ കുഞ്ഞു ശരീരമാണ് ആ നാടിനെ ചെന്നായ്ക്കൂട്ടം വേട്ടയാടുന്നുണ്ടെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചത്. ഓഗസ്റ്റിൽ കൊണ്ടുപോയത് 8 വയസ്സുകാരനെ. പാതി തിന്ന് പാതി ബാക്കിയാക്കിയ കുഞ്ഞിനെയാണ് പിന്നീട് കണ്ടെടുത്തത്. ദുധ്വ വനത്തിനോട് അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളായിരുന്നു ചെന്നായ്ക്കൂട്ടം മനുഷ്യവേട്ടയ്ക്ക് തെരഞ്ഞെടുത്തത്. അതിനാൽ തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ആ ഗ്രാമീണർക്ക് പുതുമയല്ല. എന്നാൽ ആളെക്കൊല്ലി ചെന്നായ്ക്കൾ പുതുമയായിരുന്നു ആ ഗ്രാമത്തിന്, ഒട്ടും സുഖകരമല്ലാത്ത ഓർമ്മയിലെങ്കിലും. ഒടുവിൽ ഓപ്പറേഷൻ ബേദിയ. ഉത്തർപ്രദേശ് സർക്കാർ ചെന്നായ് കൂട്ടത്തെ പിടിക്കാൻ ശ്രമം തുടങ്ങി. 250 പേരാണ് ബേദിയ ദൗത്യത്തിന്റെ ഭാഗമായത്. 150 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെ നിരീക്ഷിച്ച് കൂട്ടിലാക്കിയത് 4 ചെന്നായ്ക്കളെ. ഇനിയും 2 എണ്ണത്തെ പിടികൂടാനുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇനിയും കാടിറങ്ങുന്ന ചെന്നായ് കൂട്ടമുണ്ടെന്നാണ് ഭയം ബാക്കിയാക്കുന്നത്. മുത്തശ്ശി കഥയിലുറങ്ങിയ കുരുന്നുകളെ അമ്മയുടെ കരവലയത്തിൽ നിന്ന് കവർന്ന മൃഗീയതയ്ക്ക് മുന്നിൽ പകച്ചിരിക്കുകയാണ് ആ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ.